സ്വാഗതം ചെയ്യാണ്. പ്ലാൻ വിത്ത് മീ ഒക്ടോബർ, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഒക്ടോബർ മാസത്തെ ഒന്ന് പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു പേനയും പേപ്പറും ജസ്റ്റ് അതെന്നെങ്കിലും എടുത്തിട്ട് അടുത്ത് വെക്കട്ടോ. എന്താ നമ്മളിപ്പോ ഈ ഒക്ടോബർ മാസത്തിന് ഇത്രയും ഒരു പ്രാധാന്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ഇയർ അവസാനിക്കാൻ ഇനി 3 മാസം കൂടെ ഉള്ളൂ അല്ലെ? ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇനി ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. ഓരോ പുതുവർഷത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഓരോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് ഈ വർഷം മുതൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് പ്ലാനിങ്ങുകൾ നമ്മൾ നടത്തും. പക്ഷേ നിർഭാഗ്യവശാല് നമ്മള് 90% ആളുകളും ആ ജനുവരി പോലും കംപ്ലീറ്റ് ആക്കാതെ പ്ലാനിങ്ങുകളൊക്കെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടാവും. അതില് കുറഞ്ഞ ആളുകളായിരിക്കും ഇത് എഴുതി സൂക്ഷിക്കുന്നവര്. എഴുതി വെച്ച ആളുകൾക്ക് പിന്നെയും കുറച്ചും കൂടെ അതിലൊരു മാറ്റം വരും. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് എനിക്ക് ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഹെൽത്ത് ആയിട്ടാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതെല്ലാം ഡ്രോപ്പ് ആയി പോകുന്നുണ്ടാവും. അപ്പം ഈ ഒരു മാസത്തെ പ്ലാനിങ്ങിന് ഇത്രയും ഒരു പ്രാധാന്യം, ഒരു ഇമ്പോർട്ടൻസ് പറയാനുള്ള കാരണം, നമ്മൾ 2025 ഒരുപാട് പ്ലാനിങ്ങുകൾ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ പ്ലാനിങ്ങിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ? ഒരുപാട് പ്ലാനിങ് ഞാൻ നടത്തിയിട്ട് ഇതൊക്കെ ഇപ്പൊ ഇനി ഒരു 3 മാസം കൂടെ ബാക്കിയുള്ളൂ. 4 ഭാഗം എന്ന് പറയാം. അപ്പൊ ആ ഒരു 1/4 ഭാഗമുള്ള സമയം കൊണ്ട് ഇതിന്റെ കുറച്ചെങ്കിലും പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്കൊരു പുതുവർഷത്തെ വരവേൽക്കാൻ എന്നൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഇപ്പൊ 3-ാമത്തെ ദിവസമാണ് അല്ലെ? അപ്പം നമ്മൾ എല്ലാ വർഷത്തെയും പോലെ 2025 പ്ലാനിങ്ങിനെയും ഒഴിവാക്കിയിട്ട് അടുത്ത വർഷം നന്നാവാം എന്ന് പറയുന്നത്, നാളെ നന്നാവാം എന്ന ലോട്ടറി പോലെ ഈ നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒക്ടോബർ മാസത്തെ പ്ലാനിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേനയും ഒരു പേപ്പറും ജസ്റ്റ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച കാര്യം വെച്ചിട്ട് ആ ഒരു ഒക്ടോബർ മാസത്തെ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് എൻ്റെ 2025 എന്ന ഈ ഒരു വർഷം എന്നിൽ നിന്നും വെറുതെ കൊഴിഞ്ഞു പോവാതെ എന്തെങ്കിലുമൊക്കെ അതിൽ ഞാൻ നേടിയെടുത്ത് അച്ചീവ് ചെയ്തതായിട്ടും എന്തെങ്കിലുമൊക്കെ അടുത്ത വർഷത്തേക്ക് അതിന്റെ തുടർച്ചയായിട്ട് ബാക്കി കൂടി ചെയ്യാവുന്നൊരു തലത്തിലേക്ക് മാറാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മന്ത് പ്ലാൻ ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ അടുത്ത ഇനി 3 മാസങ്ങള് വളരെ ഓർഗനൈസ് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഒരിക്കലും നമുക്ക് മിസ്സാവൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനിങ്ങിലെ ഒരു 50% എങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അപ്പം പ്ലാനിങ് എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം. നോക്കട്ടെ. ഈ ഒരു 6 തലങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിന്റെ 6 ഭാഗങ്ങളിൽ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് എവിടെയൊക്കെ പ്ലാനിങ് വേണം എന്ന കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്ന്, നമ്മുടെ ഹെൽത്ത് ആൻഡ് ബോഡി നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ബാല്യത്തില് ഒരുപാട് സമയം ഉണ്ടാവും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു യുവത്വത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഓടിയിട്ട് ആ ഒരു ഏജ് ഒക്കെ ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ഹെൽത്തിനെ മറന്ന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പ്രയത്നിക്കും. അവസാനം എന്താവും, അത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവനും പിന്നെ ഈ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്തിന് വളരെ ഒരുപാട് ഹോസ്പിറ്റലുകളും ഒക്കെ നമുക്ക് നിരന്ന് വന്നുകൊണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് ബാക്കോട്ടായി പോയിട്ടുണ്ട്. അപ്പം ഹെൽത്ത് ആൻഡ് ബോഡി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്.
പിന്നെ ഉള്ളത് നമ്മുടെ വർക്ക് ആൻഡ് സ്റ്റഡി ആണ്. നമ്മുടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠന കാര്യത്തിൽ, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്നവർ, ആ ഒരു കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മണി ആൻഡ് ഫിനാൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിലേഷൻഷിപ്പ് ആൻഡ് ഹോം ആണ്. പിന്നെ മൈൻഡ് ആൻഡ് പേഴ്സണൽ വെൽബീയിങ്ങും സ്പിരിച്വൽ വെൽബീയിങ്ങും. ഈ ഒരു 6 ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും. എന്നാലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ലൈഫും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ ടൈമും പിന്നെ അതുപോലെ നിങ്ങളുടെ 2025 ഗോൾസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മാസത്തെ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ഹെൽത്ത് ആൻഡ് ബോഡി. പേപ്പറും പെന്നും കയ്യിലുള്ളവർ ഒന്ന് എഴുതുക. ഹെൽത്ത് ആൻഡ് ബോഡി, അതിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് ഡയബറ്റീസ്, കൊളസ്ട്രോള്, BP, അതുപോലെ ക്യാൻസർ ഒരു നിത്യ സംഭവം പോലെ എത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെ കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡിന്ന് എന്തൊക്കെയാണോ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നോർമലൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫുഡിന്ന് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ആളുകളും കട്ട് ചെയ്യാനുള്ള ഒരു സാധനമായിരിക്കും ഷുഗർ. ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല. നന്നായി ഷുഗർ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, നന്നായി ഷുഗർ ഉപയോഗിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, കുറച്ച് അളവ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ നമ്മുടെ ഫുഡ് ഹെൽത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ താണ് പറയുന്നത്, ഈ ഫുഡൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് ഒരു ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കലോറീസ് കൂടുതലുള്ള ഫുഡുകൾ തന്നെ കഴിക്കുന്ന ആളുകൾ ഒന്ന് പ്ലാൻ ചെയ്യാം. ഈ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ഞാൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കണം, എത്ര അളവ് ഷുഗർ കഴിക്കണം, എത്രമാത്രം ബേക്കറീസ് കഴിക്കണം, എത്രമാത്രം ചോക്ലേറ്റ്, അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അതുപോലെ ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കാതെ സലാഡുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമ്മളിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ വെജിറ്റബിൾസ്, അത് അങ്ങനത്തെ സാധനങ്ങൾ എന്തെല്ലാം ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു ഫുഡിന്റെ കാര്യത്തിൽ ഒരു മെനു നമ്മൾ ഉണ്ടാക്കുക. അതേപോലെ പിന്നൊന്ന് വേണ്ടത് ഹെൽത്തിൽ എന്താണ്, ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. മസ്റ്റ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും ബോഡി മൂവ്മെന്റ്സ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ്, 30 മിനിറ്റ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോവുക, ഒരുപാട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ ശരീരം എല്ലാ ഭാഗങ്ങളും, നമ്മുടെ ജോയിന്റുകളൊക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ചിലപ്പോൾ നമ്മുടെ 1, 2, 4 പാർട്ടുകൾ മാത്രമേ മൂവ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ജോയിന്റുകൾ, ഒരുപാട് ജോയിന്റുകൾ ഉണ്ട്. ആ ജോയിന്റുകളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് അനങ്ങണം. അതൊക്കെ ഒന്ന് അറിയണം. ഞാനൊക്കെ ഇവിടെ ഉണ്ട്, എനിക്കൊക്കെ എന്തെങ്കിലും ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങനത്തെ ഒരു ചെറിയ വർക്കൗട്ടെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യാം. പിന്നെ അതേപോലെ മൈൻഡ്, നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാവുന്നതാണ് നമ്മുടെ ടെൻഷൻ, സ്ട്രെസ്, പിന്നെ ഓവർ തിങ്കിങ്, ഇങ്ങനെ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ മൈൻഡ് ഫ്രീ ആയിട്ടും ലൈഫിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, മെഡിറ്റേഷൻ ചെയ്യാം. രാവിലെ ഏർലി മോർണിംഗിൽ നടക്കാൻ പറ്റുന്നവർക്ക് നടക്കാം. അതേപോലെ വൈകുന്നേരങ്ങളിൽ വീടിന്റെ പുറത്തു കൂടെ കുറച്ചൊരു പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഒന്ന് പോയി ഒന്ന് റിലാക്സ് ആവാം. അപ്പം അതേപോലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം ഫിക്സ് ചെയ്യാം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, 10 മണിക്ക് ഉറങ്ങുക എന്നുള്ളത് പറയാതെ അത് ഫസ്റ്റ് ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് നമ്മുടെ ഹാബിറ്റ് ആക്കി എടുക്കുക. അതേപോലെ വെള്ളം കുടിക്കുന്നത് കുറവാണ്. അങ്ങനെ പല കാര്യങ്ങളും, ഇപ്പൊ 4-5 കാര്യങ്ങൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക, നോട്ട് ചെയ്യുക, അത് പാലിക്കുക. ഒരുപാട് വലിയ ഹെവി ആയിട്ടുള്ള പ്ലാനിങ്സ് ഒന്നും നടത്തരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് ഷുഗർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യുക, അല്ലാണ്ട് മൊത്തം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കനുസരിച്ച് നിങ്ങളൊരു പ്ലാൻ ചെയ്യും. അടുത്തതായിട്ട് വർക്ക് ആൻഡ് സ്റ്റഡി ആണ്. നമ്മള് ജോലി ചെയ്യാനും പഠിക്കുകയാണെങ്കിലും, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട്, സ്ഥിരമായിട്ട് ഓഫീസ് വർക്കിൽ പോയി വരുന്നവരല്ല,
വീട്ടിലുള്ള ലേഡീസ് ആണെങ്കിൽ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്യാം. നമ്മുടെ ഡെയിലി പ്ലാൻ വെച്ചിട്ട് അത് ഷെഡ്യൂൾ ചെയ്തിട്ട് ഒരു 2 hour എങ്കിലും ഡീപ്പ് വർക്കായിട്ട് അതിലേക്ക് മറ്റൊന്നിനെയും ഇൻക്ലൂഡ് ചെയ്യാതെ ആ ഒരു വർക്കിന് വേണ്ടി മാത്രം നമ്മുടെ സെൽഫ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ ദിവസം മാറ്റി വെക്കുക. അതിൽ നമ്മൾ പറയണത് ഡീപ്പ് വർക്ക് ആയിട്ടുള്ളതാണ്. അതേപോലെ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ, പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതിനുള്ള സമയം, അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കുക. അതേപോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, ഇനി പാരൻസ് ആണെങ്കിലും അവര് പഠിക്കുന്ന ഏരിയ കാണുന്ന സമയത്ത് പഠിക്കാൻ തോന്നുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട്, മക്കളല്ലേ ചിലപ്പം വരച്ചിട്ടിട്ടും കോറിയിട്ടതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നീറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു വാൾപേപ്പർ ഒക്കെ ഒട്ടിച്ച്, ഒരുപാട് ഡെക്കറേഷൻ ഒന്നല്ല പറയുന്നത്, പിന്നെ പുസ്തകങ്ങളൊക്കെ ഒന്ന് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവരോട് തന്നെ അതൊക്കെ ചെയ്യിപ്പിക്കുക. ആ ഒരു രീതിയിൽ അതൊക്കെ ചെയ്ത ശേഷം അവർക്ക് ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വരണം. അങ്ങനെ ആ അറ്റ്മോസ്ഫിയർ മാറ്റുക. പിന്നെ അടുത്തതായിട്ട് മണി ആൻഡ് ഫിനാൻഷ്യൽ ഏരിയ ആണ്. അത് ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. ഈ ഒരു മാസം ഞാൻ എത്ര ഏൺ ചെയ്യുന്നവരാണെങ്കിൽ ഏൺ ചെയ്യുന്ന ഒരു എമൗണ്ട് എഴുതി വെക്കുക. അതേപോലെ നമ്മൾ ചെലവാക്കുന്നതും അതിലും വേണമല്ലോ അല്ലേ ഒരു കണക്ക്. അപ്പോ നമ്മൾ എത്ര എമൗണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവാക്കലുകളൊക്കെ നമ്മളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഒരു രൂപ പോലും ചെലവാക്കാത്തൊരു ദിവസം വെക്കുക. അതേപോലെ മാസത്തിൽ ഒരു ദിവസം നമ്മൾ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് മക്കളെ കൊണ്ട് ഔട്ടിങ്ങിന് പോയിട്ട് ഇത്ര ഒരു എമൗണ്ട് അവർക്ക് വേണ്ടി ചെലവാക്കുന്ന രീതി, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതിന് വേണ്ടിയുള്ള സ്കില്ല് പഠിക്കണമെങ്കിൽ അത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ഏരിയ ആണ് റിലേഷൻഷിപ്പ് ആൻഡ് ഹോം. ഇവിടെയാണ് എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിന്റെ യുഗത്തിൽ. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളും നമ്മുടെ ആ വീട്ടിൽ എത്ര ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയം, അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങളും അവരും മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരു സമയം വെക്കുക. അതേപോലെ എത്ര ബിസി ആണെങ്കിലും ഫാമിലിക്ക് വേണ്ടി ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ, ഇനി പുറത്തുള്ള ആളുകളാണെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒരു ക്വാളിറ്റി ടൈം ആയിട്ട് കൊടുക്കുക. അതേപോലെ നമുക്ക് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പൊ ഈ ഒരു മാസത്തില് മക്കൾക്കൊക്കെ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പറയാം, ഞാൻ എന്റെ മക്കളെ ദേഷ്യം പിടിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഈ ഒരു മാസം ഞാൻ എഴുതി വെക്കണം കേട്ടോ, എഴുതി വെക്കുക, ഈ ഒരു മാസത്തിൽ ഞാൻ തീരെ അവരെ ദേഷ്യം വഴക്ക് പറയില്ല. അപ്പൊ എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ ഒരു മാസം മുഴുവനും ഞാൻ ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതരുത്, 1 2 കാര്യം മാത്രം എഴുതുക പുതിയ കാര്യമാണെങ്കിൽ. പിന്നെ നമ്മൾ ഒരുപാട് പ്ലാനിങ് വന്നിട്ട് ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിപ്പോകരുത്. അപ്പൊ നമുക്ക് ഇതിനോടൊരു എന്താ നിരാശയാണ് തോന്നിപ്പോവുക. അതേപോലെ നമ്മൾ അവരുടെ ജേണൽ എഴുതാനും കുട്ടികളുടെ എന്താ അവർ ചെയ്യുന്ന നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതേപോലെ നമ്മുടെ ഫാമിലിയിലും റിലേഷൻഷിപ്പും ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്യും. ഫാമിലീസിൽ പിന്നെ ഓൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാൻ ഒരു ദിവസം സെലക്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാമിലി റിലേഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ആപ്റ്റ് ആയത് അവർക്ക് സെലക്ട് ചെയ്ത് എഴുതാം. ദെൻ നെക്സ്റ്റ് വരുന്നത് മൈൻഡ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ആണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവാം. ഇവിടെയാണ് നേരത്തെ ഞാൻ ഹെൽത്തിന്റെ പാർട്ട് പറഞ്ഞപ്പം തന്നെ പറഞ്ഞതാണ്, മൈൻഡാണ് നമ്മുടെ ആ ഒരു എന്താ ആരോഗ്യത്തിന്റെ പകുതിയും നമ്മുടെ മനസ്സ് തന്നെയാണ്, പകുതിയിൽ കൂടുതലും. നമ്മുടെ മനസ്സ് എന്നും ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ശരീരവും അതിനനുസരിച്ച് തന്നെ ഹെൽത്ത് ആയിട്ടിരിക്കും. അപ്പൊ മൈൻഡിന് വേണ്ട മെഡിറ്റേഷന്, അതേപോലെ എക്സസൈസ് എന്നൊക്കെ കുറെ സെറാട്ടോണിനൊക്കെ ഉത്പാദിപ്പിച്ച് നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാക്കും. ഇങ്ങനെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ എത്ര സമയം
എന്താണ് അതിന് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ഹോബീസ് ഉണ്ടാവും. ഈ ഹോബീസ് ഒക്കെ ചെയ്യുന്ന വളരെ ഹാപ്പി മൂഡ് ഉണ്ടാക്കും. അപ്പൊ മൈൻഡിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് ജേർണലിങ് എഴുതാം, പിന്നെ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്നത്. ദെൻ അതിന്റെ കൂടെ ഒരൊറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മോർണിംഗ് റിച്വൽസ് ഉണ്ടാക്കാം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോ എഴുന്നേൽക്ക് ഫോൺ എടുക്കുന്ന ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് എന്നോട് തന്നെ പറയാം, ഞാൻ എന്തായാലും രാവിലെ എഴുന്നേച്ച് ആ ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ ഫോൺ എടുക്കുന്നുള്ളത്. എന്തായാലും അതിന്റെ ഇടയിൽ അത്രയും വലിയ അർജന്റ് ഒന്നും നമുക്ക് വരൂലല്ലോ അല്ലെ. വരികയാണെങ്കിലും കോളിൽ വരും, മെസ്സേജ് നോക്കേണ്ട ആവശ്യമില്ല. ഈ വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റയും ഒക്കെ തുറക്കുന്ന സമയത്താണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയത്തെ എന്താ സമയം പോയിക്കൊണ്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്രയും അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാരും പറയാതിരിക്കൂല. അതല്ലാതെ എഴുന്നേൽക്ക് ആ ഫോൺ നോക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് മാറ്റി വെക്കുക. അപ്പൊ അത് നമ്മുടെ മൈൻഡിന് വളരെയധികം ഹെൽപ്പ് ആണ്. രാവിലെ തന്നെ ഈ ഫോൺ നോക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്താണോ കണ്ടന്റ് ഉള്ളത് അതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. അപ്പൊ അതിന് പകരം ഈ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് എന്റെ മൈൻഡ് ഒന്ന് ഹെൽത്ത് ആയിരിക്കാൻ, എനിക്ക് അന്നേരത്തേക്ക് വേണ്ട മുഴുവൻ ഊർജവും ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാം. പിന്നെ മോർണിംഗ് വെർച്വൽസ് ഒക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞില്ല. അതിലും നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, അതേപോലെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ, എഴുന്നേറ്റ് ഉടനെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, പ്രെയർ, രാവിലെ കുളിക്കുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തും. ദെൻ ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ഡിസിപ്ലിൻ. ഈ ഒരു പാർട്ടിലും നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളത് കൂടുതലും നമ്മൾ വരും പ്രെയർ ആയിരിക്കും അല്ലെ. കൂടുതൽ ആളുകൾക്കും പ്രെയർ തന്നെയാണ് നമ്മുടെ ഡെയിലി ഉള്ള നിസ്കാരം കാര്യങ്ങൾ എന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് പ്രെയർ റബ്ബിനോട് അടുത്തിട്ടുള്ള ഒരു ദുആ തന്നെ. ഏത് മതമാണെങ്കിലും അതിലൊക്കെ പ്രെയറിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് വരുത്തുന്ന രീതിയിൽ നമ്മൾ സുബഹിക്ക് മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരം ശീലാക്കുന്നതാവാം, പിന്നെ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് എഴുതുന്നതാവാം, പറയുന്നതാവാം, അല്ലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാവാം. ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഒരാൾക്ക് ചെയ്യുന്നുള്ള ഒരു തീരുമാനം ചെയ്യാം. അതേപോലെ മക്കളെയും കൊണ്ട് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഫാമിലി ഒന്നിച്ചിരുന്നിട്ട് ചെയ്യുന്ന ദുആകള്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ട് ഏറ്റവും നിങ്ങൾക്ക് റിലാക്സ് ആവുന്നതും ഇഷ്ടപ്പെട്ടതുമായ ഒരു കാര്യത്തിന് വേണ്ടി സമയം നോക്കുക. അപ്പൊ ഇത്രയും ഒരു ഏരിയാസ് ആണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തത്. ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 ഭാഗങ്ങളായിട്ട് എടുത്തതാണ്. അപ്പം ഈ ഓരോ പാർട്ടിലും ഇപ്പൊ 6 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ബോഡി, വർക്ക് ആൻഡ് സ്റ്റഡി, മണി ആൻഡ് ഫിനാൻസ്, റിലേഷൻഷിപ്പ് ആൻഡ് ഹോം, മൈൻഡ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ ലാസ്റ്റ് സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്. അപ്പം ഈ ഒരു കാര്യങ്ങളിൽ എക്സാമ്പിൾ പറഞ്ഞത് ഇന്ന ഭാഗങ്ങൾ ഇന്നൊക്കെ ആണെന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോന്നും എഴുതി വെക്കുക. ഇപ്പം ജസ്റ്റ് നോട്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് എന്റെ ഈ 2025 പ്ലാനിങ് എങ്ങനെയായിരുന്നു, അതിന്റെ കൂടെ ഈ ഒരു 3 മാസം കൊണ്ട് അതിൽ നഷ്ടപ്പെട്ടതിൽ എത്രമാത്രം എനിക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളത് നോക്കാം. ഈ 3 മാസം കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഇത് ഈ പ്ലാനിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് സ്ട്രെസ് കുറയും, ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് എഴുതുന്ന സമയത്ത് വളരെ കുറച്ചേ ഉണ്ടാവും. അത് മാത്രമല്ല, എഴുതുന്ന സമയത്ത് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഞാൻ തന്നെ ഒരു എക്സസൈസ് ചെയ്യണം എന്ന് എഴുതി വിചാരിച്ചു, പക്ഷെ അത് എത്ര ദിവസം ഉണ്ടാവുന്നുള്ള എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഞാൻ ഇതൊരു എൻ്റെ ഇതില് മോർണിംഗ് റിച്വൽസ് ഞാൻ എഴുതി വെച്ച് എനിക്ക് എല്ലാ ദിവസവും 6 മണി മുതൽ 6:30 വരെ. അപ്പൊ അവിടെ ഒരു കറക്റ്റ് ടൈം വന്ന് ആ ഒരു ടൈമിന് ഇന്ന എക്സസൈസുകളൊക്കെ, അപ്പൊ അത് മാത്രം മതി. അല്ലാതെ ഞാനിപ്പോ ഒരു ദിവസം എഴുന്നേറ്റ് നടന്ന് പിറ്റേത്തെ ദിവസം ഞാൻ ചെയ്തില്ല, അതിന്റെ പിറ്റേ ദിവസം നടക്കാൻ പോയി, അതിന് കാര്യം ഉണ്ടാവില്ല. ഇത് കറക്റ്റ് ആയിട്ട് ഒരു ഹാബിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. അതാണ് പ്ലാനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
അതുപോലെ പ്ലാൻ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്നോ മറന്നുപോയ കുറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അത് ആ സമയത്ത് നമുക്ക് ഓർമ്മ വന്ന് പ്ലാൻ ചെയ്തു, പിന്നെ നമ്മൾ അത് മറന്നു. പക്ഷെ ഇത് കാണുന്ന സമയത്ത് വീണ്ടും അത് ചെയ്യണമെന്നല്ലോ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. ഇങ്ങനെ നമ്മുടെ ഗോൾസിലേക്ക് എത്താനുള്ള ഒരു ഈസി വേ ആണ് ജസ്റ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതും. ആ പ്ലാനിങ് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക, അതിന്റെ വേകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എഴുതി വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു നമ്മൾ ആലോചിച്ച് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും എത്ര ഈസി ആയിട്ട് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങും ഇന്നർ ചൈൽഡ് ഹീലിങ്ങും പിന്നെ അതുപോലെ ഗെയിംസ്, ആക്ടിവിറ്റീസ്, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാം, നമ്മുടെ ഗോൾസിലേക്ക് എങ്ങനെയൊക്കെ എത്താം എന്നുള്ള വിഷൻ ബോർഡ് തയ്യാറാക്കുക, അതുപോലെ ട്രെക്കിങ്ങും ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാമ്പ് വരുന്നുണ്ട്. ഈ മാസം ഒക്ടോബർ 18, 19 തീയതികളിൽ കക്കാടംപൊയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ക്യാമ്പാണ്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസിന്റെ സമയമാണ്. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ലേ? ഷെബ്ന മാം, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഈ ക്യാമ്പ് ഇവിടെ വെച്ചിട്ടാ കക്കാടംപൊയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് തന്നെ? കക്കാടംപൊയിൽ വെച്ചിട്ടാണ്. ക്യാമ്പിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ആ, നല്ല ക്ലാസ് ആയിരുന്നു, മാഷാ അല്ലാ. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയമായിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റെക്കോർഡൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. ക്യാമ്പിൽ എത്രയാണ് ഫീ വരുന്നത്? ക്യാമ്പില് 2000 രൂപയാണ് ഫീ വരുന്നത്. രാവിലെ എത്ര മണിക്കാ തുടങ്ങുക? എത്രയാണ്? അത് 2 days ക്യാമ്പാണ് കേട്ടോ. സ്റ്റേ ആണ്. സ്റ്റേ, ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീ ആണ് വരുന്നത്. രാവിലെ ഒരു 12 മണിയോടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേന്ന് വൈകുന്നേരം 2 മണിയോടെ തിരിച്ചു പോരുന്ന രീതിയിലാണ്. ബസ്സിൽ വരാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. വെൽക്കം. ഡീറ്റെയിൽസ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.